നമസ്കാരം. തടയ ന്യൂസിലേക്ക് സ്വാഗതം. നടന്നുവരുന്നവരെ പെട്ടിയിലാക്കി തിരിച്ചയക്കുന്ന സ്വകാര്യ ആശുപത്രികൾ. പ്രസവത്തെ തുടർന്ന് ചികിത്സ കിട്ടാതെ അധ്യാപിക മരിച്ച സംഭവത്തിൽ തെള്ളകം മിറ്റേര ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ജയപാൽ ജോൺസണ് സമൻസ് അയച്ച് കോടതി. നടപടി ചികിത്സാ പിഴവ് മറയ്ക്കാൻ വ്യാജരേഖ നിർമ്മിച്ചതിനെ തുടർന്ന്. കോട്ടയത്ത് പ്രസവത്തെ തുടർന്ന് ചികിത്സ കിട്ടാതെ അധ്യാപികയായ ലക്ഷ്മി മരിച്ച സംഭവത്തിൽ തെള്ളകം മിറ്റേര ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ജയപാൽ ജോൺസൺ ആണ് കോടതി സമൻസ് അയച്ചിരിക്കുന്നത്. ഡോക്ടർ ജയപാൽ ജോൺസൺ, ഭാര്യ ഡോക്ടർ പ്രഭ ജയപാൽ, മകൻ നിഖിൽ ജയപാൽ, ഡോക്ടർ മനു എസ്, ടിനു മത്തായി എന്നിവർക്കാണ് കോടതിയുടെ സമൻസ്. ആശുപത്രിയിലെ ചികിത്സയിൽ വീഴ്ചയില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് നടപടി. 2020 ഏപ്രിൽ 24 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായിരുന്ന ലക്ഷ്മി GS പ്രസവത്തെ തുടർന്ന് മിറ്റേര ആശുപത്രിയിൽ വെച്ച് മരിച്ചിരുന്നു. ചികിത്സിച്ച ഡോക്ടറായ ജയപാൽ ജോൺസന്റെ അനാസ്ഥ മൂലമാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തിയ കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതിനായി ബ്ലഡ് ട്രാൻസ്മിഷൻ ഫോമുകൾ വ്യാജമായി ഉണ്ടാക്കിയതായാണ് കേസിന് ആധാരമായി മാറിയത്. ആശുപത്രിയിലെ നേഴ്സസ് റെക്കോർഡിൽ 3 പാക്കറ്റ് രക്തവും 5 പാക്കറ്റ് പ്ലാസ്മയും ലക്ഷ്മിക്ക് നൽകിയെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ 6 പാക്കറ്റ് രക്തവും 9 പാക്കറ്റ് പ്ലാസ്മയും നൽകിയെന്ന് കളവായി ഫോമുകൾ ഉണ്ടാക്കി ഹാജരാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ലക്ഷ്മിയുടെ ഭർത്താവ് ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ പരാതി പ്രകാരം ഏറ്റുമാനൂർ പോലീസ് ജയപാലിനും മറ്റു ഡോക്ടർമാർക്കും എതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി വ്യാജരേഖകൾ പിടിച്ചെടുത്ത് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു.